വഫാത്തായതും മദീനയിൽ തന്നെ, ഉമ്മ കിടക്കുന്നതും മദീനയിൽ, വാപ്പ കിടക്കുന്നതും മദീനയിൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിൽ. ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ അത്ഭുതങ്ങളല്ലേ? ആ കുടുംബത്തെ മൊത്തം അല്ലാഹു മദീനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉലമാ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലില്ലായിരുന്നുവെങ്കിൽ മദീനയുടെ മഹത്വം ലോകം അറിയുമായിരുന്നില്ല. മദീനയിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലോകം അറിയുന്നത്. തിരിച്ചും അങ്ങനെയാണ്. എന്തേ? മക്കയിൽ ജനിച്ച് മക്കയിൽ തന്നെ ഞങ്ങൾ വഫാത്തായി എന്ന് വിചാരിക്കുക. മക്കം പണ്ടേ ഹറമാണ്. അവിടെ കഅബണ്ട്, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു പോയ സ്ഥലമാണ്, അവിടെ ഹാജർ ബീവി വന്നിട്ടുണ്ട്, അവിടെ സംസമുണ്ട്. യാ അല്ലാഹ്, മക്ക അങ്ങനെ തന്നെ. അവിടെ നബി തങ്ങൾ വഫാത്തായി. മക്ക ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉള്ള കാലത്തെ മക്ക പരിശുദ്ധല്ലേ? ആ മക്കയുടെ പരിശുദ്ധി നബി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. തങ്ങൾ പോകുന്നത് മദീനയിലേക്കാണ്. മദീന ഹറമായ എന്തേ? അള്ളാന്റെ റസൂൽ അവിടെ ഉണ്ട്. മദീന പരിശുദ്ധമാണ് എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. തങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ മദീനയുടെ മഹത്വം അറിയില്ല. മദീനക്ക് മഹത്വമില്ല. പിന്നെ ആ നബിയെ കൊണ്ടുപോയി നബിയുടെ മഹത്വം കാണിച്ചു കൊടുക്കാൻ, ആ നബിയെ മക്കയിൽ തന്നെ മരിപ്പിച്ചാൽ നബിയുടെ മഹത്വം മൺമറഞ്ഞു പോയേനെ, അല്ലെങ്കിൽ അവ്യക്തമായി പോയേനെ ജനങ്ങൾക്ക്. പക്ഷേ ഹബീബ് ആരാണെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ച് അല്ലാഹു കാണിച്ചു കൊടുക്കാൻ. എന്റെ മദീനയെ ഹബീബിന്റെ വേണ്ടി ഞാൻ ഹറമാക്കി കൊടുത്തിരിക്കുന്നു. യാ അല്ലാഹ്, ബസ്വാറത് ഖോ ഗയി ലേകിൻ ബസ്വീറത് തോ സലാമത് ഹൈ. मदीना हमने देखा है मगर नादीदा नादीदा. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा, फिजा संजीदा संजीदा. എന്നെ കാണാൻ മദീനയിലേക്ക് വരാതെ ആരെങ്കിലും തിരിച്ചുപോയാൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങി എന്ന് ഞാൻ കരുതും കേട്ടോ എന്ന് റസൂലുള്ളാഹ്. എത്രയോ ആൾക്കാരുണ്ട് മക്കത്ത് പോയിട്ടുണ്ട്, ജിദ്ദ നിങ്ങടെ തിരിച്ചു പോരും. ഒരല്പല്ലേ ഉള്ളൂ അവിടുന്ന്. ഇപ്പൊ ഫ്ലൈറ്റിനും പോകാം. നീ അങ്ങനെ പറ്റൂലേ? എന്നെ കാണാൻ നിങ്ങൾ വരണം എന്ന് റസൂലുള്ളാഹി കൊതിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏത് മതവിഭാഗത്തിനാണ് അവരുടെ പരിശുദ്ധരായ നബിയെ, ആ നബിയുടെ സ്ഥാനം അറിയാനുള്ള ഭാഗ്യം മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ലേ അല്ലാഹു ബാക്കി വെച്ചത്? വേറെ ആർക്കുള്ളത്? ജൂതന്മാർ അവരുടെ ഗ്രന്ഥം ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇന്നത്തെ ബൈബിളിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയാം, അതിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ, he died in Moab. മോവാബിലാണ് മൂസാ നബി അലൈഹിസ്സലാം മരിച്ചത്. പക്ഷെ അവരുടെ ഗ്രേവ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് it's known to none, ഒരാൾക്കും അറിയില്ല. ആര് പറയുന്നു? ജൂതന്മാരുടെ ഗ്രന്ഥം മൂസാ നബിയുടെ വഫാത്ത് നടന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് പോലും അവര് പരിശുദ്ധ കഅബാലയത്തിലേക്ക് വന്ന വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഓരോ സ്ഥലത്തു കൂടെ അങ്ങനെ വരുമ്പോ അവിടുന്ന് ഹജ്ജിന് വന്നപ്പോ ഒരു ഉയർന്ന ഒരു താഴ്വരയിലേക്ക് എത്തി. നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദാ, ഈ താഴ്വര ഏതാണ്? വാദിൽ അസ്റഖ്, ഇത് വാദിൽ അസ്റഖ് ആണ് നബി. കഅന്നി അൻദുറു ഇലാ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ നബി അലൈഹിസ്സലാമിനെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണുന്ന പോലെ ഈ വാദിൽ അസ്റഖിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാം. എങ്ങോട്ട്? മക്കയിലേക്ക് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മുഹ്ബിതൻ ലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തക്ബീർ, അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ആ ശബ്ദം കണ്ഠമിടറി തക്ബീർ ചൊല്ലി മൂസാ നബി അലൈഹിസ്സലാം വാദിൽ അസ്റഖിലൂടെ നടന്നു പോകുന്നത് ഞാൻ കാണുന്ന പോലെ എന്ന് നബി തങ്ങളുടെ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഹാദിഹി സനിയ, ഈ കുന്നിൻപുറം ഏതാണ്? ഖാലു സനിയതു കദാ വകദാ, ഇത് ഇന്നാലിന്ന സ്ഥലമാണ്. കഅന്നി അൻദുറു ഇലാ യൂനുസ് ഇബ്നു മത്താ, മത്തായുടെ മകൻ യൂനുസ് നബി അലൈഹിസ്സലാം ഇറാഖിലെ നീനവായിൽ നിന്ന് അലാ ബഈറത്തിൻ ഹംറാ അലാ നാഖത്തിൻ ഹംറാ, ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് മുടിയെല്ലാം ജടപിടിച്ച്, ഖിതാമുഹാ ലീഫുൻ, ആ ഒട്ടകത്തിന്റെ മൂക്കുകയർ ഒരു ഈ തെങ്ങിന്റെ ഓല വിരിച്ചുണ്ടാക്കിയ പോലെ ഈത്തപ്പനയുടെ നാരുകളെ കൊണ്ട് വലിച്ചുണ്ടാക്കിയ മൂക്കുകയർ പിടിച്ച ഒട്ടകവുമായി യൂനുസ് നബി അലൈഹിസ്സലാം ഈ സനിയയിലൂടെ കടന്നു പോകുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു മൂസാ നബിയെ കുറിച്ച്.
വെച്ച് മിഅ്റാജ് ഇസ്രാഇന്റെ രാവിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ. ഇൻദ തല്ലത്തിൽ ഹംറാ, ആ ചുവന്ന കുന്നിൻ ചെരുവിന്റെ താഴ്വാരത്ത് മൂസ നബിയുടെ ഖബർ ഞാൻ കണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതന്മാർക്കറിയോ? ഇല്ല, ഇന്നും അറിയില്ലെന്നാണ്. ഇന്നും അറിയില്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന്. ഡെഡ് സീയുടെ ഭാഗത്ത്, ചാവുകടലിന്റെ ഭാഗത്ത് ഒരു ഖബർ മൂസ നബി അലൈഹിസ്സലാമിന്റേതാണെന്ന് പറയപ്പെടുന്നുണ്ട്, വിശ്വസിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ചരിത്രപരമായി അന്വേഷിച്ചാൽ അറിയില്ലെന്നാണ്. ഇനി ക്രിസ്ത്യാനികൾ, അവരുടെ നബി ഭൂമിയിലുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഏതെങ്കിലും ജൂതനെ കാണിച്ചു തരാൻ, ഏതെങ്കിലും ക്രിസ്ത്യാനി കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. വലാകിൻ റഫഅനാ, ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. ഭൂമിയിലുണ്ടോ? ഇല്ല. നമ്മുടെ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ കിടക്കല്ലേ അവിടുത്തെ പരിശുദ്ധ ശരീരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന് മാത്രമേ അവരുടെ ദീനിന്റെ ആചാര്യരെ, അവിടുത്തെ നബിയെ അറിയാനും കാണാനും ചെന്ന് അടുത്തിരിക്കാനുമുള്ള ഭാഗ്യം ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്കില്ല, ജൂതന്മാർക്കും ഇല്ല. ഇത് രണ്ടല്ലേ സെമിറ്റിക് മതങ്ങളിൽ പ്രധാനപ്പെട്ട മതങ്ങൾ. പിന്നെന്താ ബാക്കി അടിസ്ഥാനമില്ലാത്ത മതങ്ങൾ. സുബ്ഹാനല്ലാഹ്, ആ ഭാഗ്യമൊക്കെ മദീനയിൽ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപിടി വിഷയങ്ങൾ ഇതിൽ ബാക്കിയും സംസമിനെ കുറിച്ചും മറ്റൊക്കെ പറയാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഉംറ, ഇതാണ് നമ്മുടെ സിയാറത്ത്. ഈ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ നല്ല ഭവ്യതയിലും അച്ചടക്കത്തിലും വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന മണ്ണാണ് മദീന, അല്ലേ? മക്കയുടെ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, അബൂദാബിയിലെ റോഡിന്റെ ചൊറുക്കൊന്നും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും, അല്ലേ? അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നീറ്റ്നെസ്, ഇവിടുത്തെ ഒരു ഹൈജീൻ ഇതൊന്നും കണ്ടില്ല എന്ന് വരും. ഒരിക്കലും പറഞ്ഞു പോകരുത് ഈ മക്കയെക്കാളും ദുബൈ ഉഷാറാന്നോ അബൂദാബി ഉഷാറാന്നോ പറഞ്ഞു പോകല്ലേ. എന്തേ? മക്ക അല്ലാഹു തെരഞ്ഞെടുത്ത മണ്ണാണ്. അതിനോളം ലോകത്ത് ഒരു നാടും എത്തില്ല. അത് അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. അവിടുത്തെ എന്തും പുണ്യമാണ്. അവിടുത്തെ ഇന്നത്തെ റോഡ്, ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം, അതൊക്കെ ആയിരിക്കണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ അല്ലാഹ് അവിടുന്ന് സഞ്ചരിച്ചു പോയ സ്ഥലങ്ങൾ, ആ തവാഫ് ചെയ്ത സ്ഥലം നബി തങ്ങൾ തവാഫ് ചെയ്ത മതാഫാണ്. ആ ഏറെങ്കിലും അവിടെ ഇല്ലേ? മണ്ണ് നമുക്ക് തൊടാൻ കിട്ടിയില്ല, പക്ഷേ ആ സ്ഥാനത്തുകൂടെ അല്ലേ അവിടുന്ന് തവാഫ് ചെയ്തിട്ടുണ്ടാവുക. സഫാ മർവയുടെ ഇടയിലുള്ള നടത്തം, അല്ലേ? അതിന്റെ കൽഭത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ ഇബാദത്തിലാണെന്ന ഭാഗം പഠിച്ചപ്പോ എല്ലാം ഇടത്തു നിന്ന് വലത്തോട്ടാ ചുറ്റുന്നത്. എല്ലാം സൂര്യൻ അങ്ങനെയാ ചുറ്റും. ഭൂമി സ്വയം ഭ്രമണം ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഗോളങ്ങൾ മുഴുവനും ഗാലക്സികളുടെ കറക്കം പോലും ലെഫ്റ്റ് ടു റൈറ്റ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. സുബ്ഹാനല്ലാഹ്, പ്രപഞ്ചത്തിലെ മുഴുവൻ സാധനം കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാ. കഅബന്റെ ചുറ്റും നമ്മളോടും തിരിയാൻ പറഞ്ഞത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്. നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം ഇടതു ഭാഗത്താണ്. ഹൃദയം കഅബയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ നടത്തം. സഫാ മർവ ഒരു വട്ടത്തിലാണെന്ന് സങ്കല്പിച്ചാൽ നമ്മൾ നടക്കുന്ന നടത്തം സഫയിൽ നിന്ന് തുടങ്ങി മർവയിലൂടെ വന്നാൽ അതുപോലും ആന്റി ക്ലോക്ക് വൈസ്. പ്രപഞ്ചത്തിലെ മുഴുവനും ചെയ്യുന്ന ഇബാദത്ത് ഞാനും അതിലേക്ക് ചേർന്നു അല്ലാഹ് എന്ന് പറഞ്ഞ ആ ഒരു യൂണിഫോമിറ്റി, എല്ലാറ്റിലുമുള്ള ഏകത്വം, എല്ലാത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്ന ഇബാദത്തുകളേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അള്ളാഹു അതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടെ എത്തുമ്പോ ദ്വാരക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് എല്ലാം. അങ്ങനെയാണ്. സഫാ മർവ പറഞ്ഞില്ലേ, അവിടുത്തെ മീസാബ്, സ്വർണത്തിന്റെ ഒരു പാത്തിയുണ്ട്. വെള്ളം ഒലിച്ചിറങ്ങുന്ന, മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു ഭാഗമുണ്ട് കഅബാലയത്തിന്റെ ഒരു സൈഡിൽ, ആ ഹതീമിന്റെ സൈഡിൽ. സുബ്ഹാനല്ലാഹ്, ദുആക്ക് ഉത്തരമുണ്ട്. അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് ആ ഒരു ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം. ഒരു ഒറ്റമൂലി ദുആ കിട്ടിയാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. എന്താ ചോദിക്കാൻ? ഇതെല്ലാം ചോദിക്കണം. ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിക്കാൻ മറക്കരുത്. അല്ലാഹ്, ഞാൻ എവിടെ ചെന്നാലും എന്റെ ദുആഇന് നീ ഉത്തരം തരണം പടച്ചോനെ. അത് ചോദിച്ചു വാങ്ങ്, അത് താക്കോല. അബൂദാബിന്ന് ഞാൻ ദുആർന്നാൽ എനിക്ക് ദുആക്ക് ഉത്തരം തരണം പടച്ചോനെ. ദുആഇന് ഉത്തരം ലഭിക്കുന്ന ആളായിട്ട് എന്റെ ദുആഇനെ മാറ്റണം അല്ലാഹ് എന്ന് അവിടുന്ന് ചോദിച്ച് നിങ്ങൾ വാങ്ങിയിട്ട് വരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ നന്മകളും നമ്മൾ അവിടെ ചെന്ന് ചോദിക്കണം. ആഖിറമാണ് ചോദിക്കേണ്ടത്. ദുനിയാവൊക്കെ ഇനി എന്ത് തന്നെ ആയാലും അതൊക്കെ അങ്ങ് തീർന്നു പോകും. സുബ്ഹാനല്ലാഹ്, നാളെ പരലോകത്തേക്ക് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹുവേ, അള്ളാഹുവിനോട് അവന്റെ ദുനിയാവിയും ഉഖ്റവിയുമായ ഖൈറാത്തുകൾ അവിടെ നിന്ന് ചോദിക്കാൻ മറക്കരുത്. നിങ്ങൾ നമ്മൾക്ക് വേണ്ടിയൊക്കെ ദുആയിരക്കണം. ഉംറക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് ദുആയിരക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ ഒരാളുടെ അഭാവത്തിൽ ദുആയിരക്കുന്നത് ഭയങ്കര കൂലിയും ദുആഇന് ഉത്തരവുമാണെന്നാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ, വഴിപിഴച്ച് നടക്കുന്ന ആൾക്കാർക്ക്
അള്ളാഹുവിന്റെ വഴിയിലേക്ക് വരാനുള്ള തൗഫീഖിന് വേണ്ടി ദുആയിരക്കണം. മുസ്ലിം ഉമ്മത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിൽ അള്ളാഹുവെ ഉമ്മത്തിനെ സൽനടപ്പിലേക്ക് കൊണ്ടുവരണം. അള്ളാഹ് ഉമ്മത്തിന് വേണ്ടി ദുആയിരക്കണം. ലോക മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനത്തിന് വേണ്ടി ദുആയിരക്കണം. ഇതൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങളെന്ന് ഓർമ്മ വേണം. ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. അവിടുത്തെ ഹബീബിന്റെ അടുത്ത് ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്ത് അള്ളാഹു രണ്ട് ലോകത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. الحمدلله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ നിന്റെ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ആ നിയ്യത്ത് പ്രകാരം തന്നെ പോയി സന്തോഷത്തോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് കിട്ടേണ്ട പാഠങ്ങൾ കിട്ടി തിരിച്ചു വന്ന് അല്ലാഹു ജീവിതത്തിലേക്ക് നിന്റെ ത്വാഅത്തിലേക്ക് നിന്റെ അനുസരണയിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്കൊക്കെ ദുആയിരക്കാനും ആ ദുആയിൽ ഞങ്ങളൊക്കെ ഓർക്കാനും അവസരം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഹറമൈനിൽ പരിശുദ്ധ ഹറമുൽ മക്കയിലും ഹറമുൽ മദീനയിലും വന്ന് അല്ലാഹുവേ നിന്റെ പരിശുദ്ധ സ്ഥാനങ്ങളും സ്ഥലങ്ങളും അംബിയാഇന്റെ കാൽ സ്പർശം നടന്ന നിന്റെ വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന മണ്ണിലേക്കാണ് അല്ലാഹ് ഞങ്ങളൊക്കെ വരുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർറഹീമായ റബ്ബേ, ജീവിതത്തിൽ ധാരാളം ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടെ നിന്റെ ഹബീബായ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ത്യാഗങ്ങൾ ഓർക്കാനും ആ ജീവിതത്തിലെ പാഠങ്ങളും പഠിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളെ നീ ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധിയാക്കണേ അല്ലാഹ്. അല്ലാഹുവിടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ആളുകൾ, ഇവിടെ ഏൽപ്പിക്കാൻ കഴിയാത്തവർ, മനസ്സിൽ ഇപ്പോ നിയ്യത്ത് ചെയ്യുന്നവർ, പരിപാടി KICRലും മറ്റും വീക്ഷിക്കുന്ന ആളുകൾ, ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങളും ആവലാദികളും നിന്നെ ബോധിപ്പിക്കുന്നുണ്ടോ അല്ലാഹുവേ, ഈ സദസ്സിന്റെ ഹഖ് കൊണ്ട്, ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ഹഖ് കൊണ്ട്, നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാനെ. എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും നീക്കണേ റഹ്മാനെ. ഇവിടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപിടി സുഖമില്ലാത്ത ഒരുപാട് അസുഖങ്ങളുമായി പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റഹ്മാനെ. ഇവിടെ വിശദമായി എഴുതി തന്ന് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ആളുകൾ അല്ലാഹുവേ നീ ശിഫ നൽകണം തമ്പുരാനെ. ഇവിടെ KICRൽ ഒരു സുഹൃത്തിന്റെ വോക്കൽ കോഡിന് സർജറിയാണ്. ദുആയിരക്കാൻ വേണ്ടി നിങ്ങളോട് അപേക്ഷിച്ചു. അല്ലാഹു തആല സഹോദരന് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ റഹ്മാനെ. മാരക രോഗങ്ങൾ വരാതെ കാക്കണേ അല്ലാഹ്. മരിക്കുന്ന നേരം വരെ പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ മരിക്കാൻ നിശ്ചയിച്ച സമയം എത്തുമ്പോഴേക്കും രോഗികളായി തന്നെ കിടന്ന് മരിക്കണമെന്നില്ലല്ലോ പടച്ചോനെ. അല്ലാഹു, മരിക്കുന്ന നേരം വരെ ആഫിയത്ത് തരണേ റബ്ബേ. ആക്സിഡന്റിലോ മറ്റോ പെട്ട് കിടപ്പിലായി പോകുന്ന അസുഖങ്ങളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇനി മരണമല്ലാത്തൊരു അന്ത്യമില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെ കയ്യിൽ ശിഫയുണ്ട് പടച്ചവനെ. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹു, എത്രയോ കുഞ്ഞുങ്ങൾ പ്രയാസത്തിലാണ്, ശിഫ നൽകണേ റഹ്മാനെ. സഹോദരിമാർ, തൈറോയിഡിന്റെ പ്രയാസത്തിലുള്ളവർ, അതുപോലെ തന്നെ കിഡ്നിയുടെ അസുഖത്തിൽ, അതുപോലെ തന്നെ പിത്താശയത്തിൽ ബ്ലോക്കാണെന്നൊക്കെ ഇവിടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, രോഗികൾക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനെ. ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അസുഖം തരുന്നത് നീയാണ്, ശിഫയാക്കുന്നത് നീയാണ് പടച്ചവനെ. ഒരു മുള്ളുകുത്തുന്ന വേദനയ്ക്ക് പോലും നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം രോഗാവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരം ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മുത്തഖീങ്ങളായ അടിമകൾ പെടുത്തണേ റബ്ബേ. ജീവിതത്തിൽ സൂക്ഷ്മത തരണേ തമ്പുരാനെ. ഹറാമിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. ഹറാമിന്റെ സമ്പാദ്യം വരാതെ കാക്കണേ റബ്ബേ. പലിശിടപാടുകളുമായി ബന്ധപ്പെടുന്ന ജോലികളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അത്തരം ജോലിയിൽ ചെന്ന പെട്ട ആളുകൾക്ക് ഹലാലിലേക്ക് ഒരു മാറ്റം നൽകണം തമ്പുരാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. ജോലിയിൽ പ്രയാസമുള്ള ആളുകൾക്ക് പ്രയാസം നീക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ഈ വിശാലമായ ഭൂമിയിൽ ഹലാലായ ജോലി അന്വേഷിച്ചു വന്ന ആളുകളാണ് അല്ലാഹ്. ഞങ്ങൾ നിലനിൽക്കുന്ന ജോലി, ഞങ്ങൾ ജോലി ചെയ്യുന്ന കച്ചവടം, സ്ഥാപനങ്ങൾ, ജോലി, എല്ലാറ്റിലും ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖൈർ അല്ലെങ്കിൽ ഖൈറിലേക്ക് ഒരു മാറ്റം നൽകണം തമ്പുരാനെ.
അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയത്, ഞങ്ങൾ ചോദിക്കാൻ മറന്നുപോയതുമായ എല്ലാ ഖൈറും നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ ചോദിക്കാൻ കാവൽ ചോദിക്കാൻ വിട്ടുപോയ എല്ലാ ഷർറിൽ നിന്നും കാക്കണേ റഹ്മാനെ. ആയിനിങ്ങളുടെ ഐനിൽ നിന്നും സാഹിരിങ്ങളുടെ സിഹറിൽ നിന്നും ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്നും കാക്കണേ അല്ലാഹ്. അർഹമർ റഹീമേ, ഈ മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സ ദീനക വഅഇസ്സ ജുൻദക വഅഇസ്സ വലാത ഉമൂരിക യാ റബ്ബൽ ആലമീൻ. അർഹമർ റഹീമായ റബ്ബേ, ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കപ്പെടുന്ന സ്ഥാനത്ത് നിന്റെ സ്വർഗ്ഗത്തിന്റെ കഷ്ണങ്ങൾ നീ വെച്ചെന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ. അല്ലാഹുവേ, അല്ലാഹുവേ, അത്തരം മഖാമുകളിൽ ചെന്ന് ദുആ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു ഉംറയോ ഹജ്ജോ കഴിഞ്ഞു വന്നാൽ ജീവിതത്തിൽ കാണേണ്ട മാറ്റം ഞങ്ങളിൽ കാണിക്കണം തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളിൽ മാറ്റം കാണിക്കണം തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഈമാനും നീ കരുത്തുള്ളതാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ചാഞ്ചല്യമുള്ള ഈമാൻ എന്ന് കാക്കണേ റഹ്മാനെ. അചഞ്ചലമായ ഈമാൻ നൽകണേ റബ്ബേ. വസ്വാസായി പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നിലുള്ള യഖീൻ എപ്പോഴും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നിന്റെ ഇബാദത്തുകൾ നീ പറഞ്ഞത് അപ്പടി അനുസരിക്കുന്ന അന്ധമായ അനുസരണം നിനക്ക് വേണ്ടി ചെയ്യാൻ, അതാണല്ലോ ഞങ്ങളുടെ ഇസ്ലാമും തസ്ലീമും. അല്ലാഹു, ഞങ്ങൾ അത്തരം നിന്നനുസരിക്കുന്ന മുഅ്മിനീങ്ങൾ പെടുത്തണേ റഹ്മാനെ. അതാണല്ലോ നീ ഹജ്ജിലും ഉംറയിലും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലാഹ്, നീ പറഞ്ഞത് ഞങ്ങൾ ചെയ്യാണ് പടച്ചവനെ. ഞങ്ങൾ അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്വഈന ലക വസായിലീന ലക വറാജിഈന ഇലൈക്കൽ അവ്വാബീന തവ്വാബീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹു, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവിടത്തേക്ക് ഈ പരിശുദ്ധ മജ്ലിസിനെ കാണിക്കണേ റഹ്മാനെ. അവിടത്തേക്ക് ചൊല്ലിയ സ്വലാത്തുകളെ നീ എത്തിച്ചു കൊടുത്ത് അവിടുത്തെ സന്തോഷിപ്പിക്കണേ റബ്ബേ. അവിടുത്തെ ഖിയാർ ഉമ്മത്തികളെ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്നവരെ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അവിടത്തോട് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അവിടുത്തെ ഹദറത്തിൽ ചെന്ന് ദുആയിരക്കാൻ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഹദറത്തിൽ നിന്ന് അല്ലാഹു ഒരുപിടി കാര്യം നിന്നോട് ചോദിച്ചു വാങ്ങാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, അവിടുത്തെ റൗള എന്ന് പറഞ്ഞ പ്രദേശത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അർഹമർ റഹീമായ റബ്ബേ, സംസം വയററ്റം കുടിക്കാനുള്ള, വയറ് നിറയെ കുടിക്കുന്ന മുഅ്മിനീങ്ങൾ വയറ് നിറയെ സംസം കുടിക്കുമെന്ന് മുനാഫിക്ക് കുറച്ചേ കുടിക്കൊള്ളുന്നു നീ പറഞ്ഞു നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ്, എമ്പാടും കുടിച്ച് ശരീരം ശുദ്ധിയാക്കി തരണേ റബ്ബേ. അതിന്റെ ബറക്കത്ത് തരണേ റഹ്മാനെ. മാഉ സംസം ലിമാ ശുരിബ ലഹ്, എന്തിനുദ്ദേശിച്ചു കുടിച്ചോ അതിനാണ്. ഞങ്ങളുടെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനെ. ശരീരത്തിലെ അസുഖങ്ങൾ ശിഫ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ അപേക്ഷകളാണ് അല്ലാഹ്, ഇതൊക്കെ സ്വീകരിക്കാൻ കനിവുണ്ടാകണേ തമ്പുരാനെ. ഈ സദസ്സിലേക്ക് വന്നതും ഒരുപാട് നേരം ഇവിടെ ഇരുന്ന ആളുകളാണ് അല്ലാഹു, ഇതൊക്കെ നീ കബൂൽ ചെയ്യണം റബ്ബേ. കുട്ടികളുണ്ടല്ലോ, അവരെ നീ തർബീത്ത് ചെയ്യണം റഹ്മാനെ. ഗർഭിണികളുണ്ടല്ലോ, അവർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അല്ലാഹു, വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരും യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹു, കച്ചവടത്തിൽ മറ്റും കടം വന്നവർ, ജീവിതത്തിൽ കടബാധ്യതയുള്ളവർ, കടങ്ങളൊക്കെ വീട്ടിത്ത അല്ലാഹു, മരിക്കുന്ന നേരം കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ. ബിജാഹി വഹഖ് നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.